രാവിലെ അണിഞ്ഞൊരുങ്ങി സ്കൂളിലേക്കാന്ന് പറഞ്ഞു പോരും. ഇതിന് വല്ല തൊഴിലുറപ്പിന് പോയിക്കൂടെ? മാഷെ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നാ ഇവള് പറയുന്നത്. ഓ അപ്പം കുറ്റം ഞങ്ങൾ മാഷന്മാർക്കായില്ലേ? ഒരു കാര്യം ചെയ്യാം, പഠിക്കാനുള്ളതുണ്ടല്ലോ, അരച്ച് കലക്കി ഒരു കുപ്പിയിലാക്കിട്ട് ജ്യൂസ് ആക്കിയിട്ട് അങ്ങ് തരാം. എന്താ മാഷെ 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ ഉണ്ടായിരുന്നു ഇവക്ക്. ഇവിടെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയിട്ട് വേണം എനിക്കൊന്ന് നടുനിവർത്താൻ. ഇവക്കൊരു BSc നേഴ്സ് ആകാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് +1 സയൻസ് തന്നെ എടുത്തത്. അല്ല നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഓരോ വീടുകളിൽ അടുക്കള പണിക്ക് പോക്കാണ് മാഷെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവക്ക് 7 വയസ്സുള്ളപ്പോ ഇവിടെ വാപ്പ പോയതാ. ഇനി ആകെയുള്ള പ്രതീക്ഷ ഇവിടെ. അടുക്കള പണിക്ക് ഇപ്പൊ നല്ല സ്കോപ്പാ. ഇതിനെയൊന്നും സ്കൂളിലേക്ക് വിടണമെന്നില്ല. ഇതൊക്കെ സ്കൂളിലേക്ക് വരുന്നുണ്ടല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഉമ്മ രാവിലെ 9 മണി മുതൽ 4 മണി വരെ 6 വിഷയം പഠിക്കാനുള്ളത്. ഓരോ ദിവസം എടുക്കുന്ന അന്നന്ന് പഠിച്ചില്ലെങ്കിൽ പിറ്റേന്ന് എടുക്കുന്നെങ്കിൽ തലേ കയറൂല. +1 സയൻസ് അത്രയ്ക്കും ടഫാ ഉമ്മ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. വേഗം അങ്ങ് നടന്നോട്, ബസ് ഇപ്പം വരൂ. ഇതെങ്ങോട്ടാ ഉമ്മയും മോളും കൂടി പെട്ടിയൊക്കെ ആയിട്ട്? മോക്കാടെങ്കിലും വീട്ടു ജോലി കിട്ടിയോ? ആ മാഷെ ഇവക്ക് മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിംഗിന് സീറ്റ് കിട്ടി. നഴ്സിംഗിന് സീറ്റോ? മെഡിക്കൽ കോളേജിലോ? ഇവക്കോ? ഫ്ലാഷ് ബാക്ക്. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മാഷെ. ഓരോ വീട്ടിലെ എച്ചിപ്പാത്രം കഴുകിയിട്ടാ എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ +1 സയൻസ് എത്ര ശ്രമിച്ചിട്ടുണ്ട്, തലേ കയറുന്നില്ല മാഷെ. മോൾക്ക് ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ കാണാൻ ഇഷ്ടമാണോ? മോള് മടിക്കാതെ പറഞ്ഞോ? ഓ കാണാറുണ്ട് മാഷെ. എന്നാൽ ആ റീലുകൾ കാണുന്ന സുഖത്തിൽ +1 ക്ലാസ്സുകൾ പഠിച്ചാൽ അതെങ്ങനെയാ മാഷെ? തലകുത്തിയിരുന്ന് തല പുകഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി പഠിക്കാവുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ലൈൻസ്. ഇന്ന് സ്കൂളിൽ എടുക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ഇന്ന് തന്നെ പഠിച്ച് അടുത്ത ദിവസം ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായി ഉത്തരം പറയാൻ പറ്റും. അതുമാത്രമല്ല, പഠനത്തിൽ സ്ഥിരത പുലർത്തുന്ന കുട്ടികൾക്ക് ക്യാഷ് ബാക്കും ബ്ലൂ കോയിൻ റിവാർഡുമുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ മോക്ക് ഉമ്മാനെ സഹായിക്കാനും പറ്റും. മാഷെ അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? ഇവിടെ ഒരു ട്യൂഷൻ വിടാൻ നിങ്ങൾക്ക് എത്ര പൈസയാകും? അത്ര തന്നെ ഇതിനും ആവുള്ളൂ. ആ പൈസ ഞാനങ്ങ് കൊടുത്തോളാം. മാഷെ അറിവ് പകർന്നു കൊടുക്കുന്നതിലല്ല കാര്യം, അത് എങ്ങനെ കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. പോട്ടെ.